LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. മഞ്ജുവിന്റെ ഏട്ടത്തി വരുന്നുണ്ടോ? നീ അവളുടെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ അമ്പലത്തിലോട്ട് പോകുന്ന അവളെ കാണാൻ ആരെങ്കിലും അവിടെ കാത്തു നിൽക്കുന്നുണ്ടോന്ന് അറിയാൻ പറ്റൂ. അതിനി ഞാൻ എങ്ങനെ അറിഞ്ഞൊന്നൊന്നും ചോദിക്കണ്ട. പിന്നെ ആ തീരുമാനം അതേപടി നിലനിർത്തണമെന്നാ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും കുടുംബത്തിനകത്തുള്ളവരും പുറത്തുള്ള ദുഷ്ടജന്മങ്ങളും അതറിയാൻ പാടില്ല. അത് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടമ്മേ. എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആ മോന്റെ കാല് ചലിക്കുന്നുണ്ടോ എന്ന്. ഓരോ തവണ വൈദ്യശാലയിൽ പോയിട്ട് വരുമ്പോഴും അവരെന്തൊക്കെയോ നോക്കുന്നുണ്ട്. കണ്ണമ്മോൻ നടക്കുന്നത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മരണതുല്യവാ. അതറിഞ്ഞു വേണം നിങ്ങൾ രണ്ടാളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ. പിന്നെ ഭർത്താവ് ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്യണം കേട്ടോ. ശരി അമ്മേ. ശരി മോളെ. അപ്പോഴേ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചോ. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നടക്കും. ഉണ്ണികളെ ലാളിക്കാൻ സമയമായി വരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. ചുറ്റിക്കറങ്ങാൻ പോയ ആള് വന്നില്ലല്ലോ. രാവിലെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിച്ചു കാണും. അവൾ അവളുടെ വീട്ടിലോട്ടൊന്നും അല്ല പോയത്. ഞാനിടയ്ക്ക് ദുർഗയെ വിളിച്ചിരുന്നു, അവിടെ ചെന്നിട്ടില്ല. അമ്മ അവളെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയതായിരിക്കും. അവരൊക്കെ ആയിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരട്ടമ്മേ. അവള് പറയുന്ന പോലെ ഇതിനകത്ത് അമ്മ പറയുന്ന കേട്ടിരുന്ന ശ്വാസം മുട്ടില്ലേ? ഇന്നത്തോടെ എല്ലാവരുടെയും ശ്വാസം മുട്ടൽ മാറാൻ പോവാ. എന്താ ശ്വാസം മുട്ടൽ മാറ്റാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും മരുന്നുമായിട്ടാണ് വരാൻ പോകുന്നത്? മരുന്നല്ലടി, ഒരു നല്ല വാർത്തയായിട്ടാ വരാൻ പോകുന്നത്. മഹാലക്ഷ്മി തട്ടുപൊളിഞ്ഞു വീണ് അവള് തട്ടിപ്പോയി. അതാണ് നിങ്ങളൊക്കെ കേൾക്കാൻ പോകുന്ന വാർത്ത. അവസാനം തട്ടുപൊളിഞ്ഞ് നിങ്ങൾ വീഴാതിരുന്നാ മതി. അയ്യോ, അല്ലേലി അവൾ അറം പറ്റുന്ന വാക്കേ പറയത്തുള്ളൂ. അച്ഛാ, ഞാൻ ഇടപെടാത്ത കേസാ. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ആത്മവിശ്വാസം പോരാ. ഇത്രയും നാളെ നീ ഇടപെട്ടല്ലോ. ഒരുത്തിയെ ചിതയിൽ വെച്ച് എരിച്ചു കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എരിച്ചവന്മാര് പോലും മറുകണ്ട ചാടിയില്ലേ. ഇനി ചിതയെ വെച്ചത് ആരെയാണെന്ന് ആർക്കറിയാം. എല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ആ മാർക്കോയും സെറ്റും. പോരാത്തതിന് കണ്ണനും അനന്തവും വക്കീലന്മാരാ. അവസാനം നീയും പ്രതാപനും മനസ്സിൽ കാണാത്ത കേസിനായിരിക്കും നീയൊക്കെ കുടുങ്ങാൻ പോകുന്നത്. ഇപ്പൊ ആ കരുനാക്കടുത്ത് വളയ്ക്കുന്ന അച്ഛനാ. ഓ, ഇങ്ങേരുടെ കരുനാക്കിനെ പേടിക്കണം മേഘ. ഇങ്ങേര് പറയുന്നത് പലതും സംഭവിച്ചിട്ടുണ്ട്. ആണോ? അത് നീ സമ്മതിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ മഹാലക്ഷ്മിയും തട്ടുപൊളിഞ്ഞു മരിക്കും. എന്റെ കരുനാക്ക് ഫലിക്കട്ടെ. ഞാൻ പറയുന്നത് ഈ തല്ലലും കൊല്ലലും ഒക്കെ അങ്ങ് അവസാനിപ്പിക്കാനാ. ഇനി ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാം. അങ്ങനെ അമ്മ കഴിയത്തില്ലല്ലോ. മഞ്ജു ഒന്നും കൊണ്ടുവരാത്തോണ്ട് അവളെ ഏത് നേരവും പഴിച്ചോണ്ടിരിക്കുകയല്ലേ അമ്മ? അതൊക്കെ ഞാൻ പറയും. പഴികേട്ട അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടികളെ പുറത്താക്കാനൊന്നും പറ്റില്ലമ്മേ. അവളും ഞാനും തമ്മിലൊരു വിഷയം ഉണ്ടായാലേ ഉറപ്പായിട്ടും കണ്ണൻ അവൾക്കൊപ്പം നിൽക്കും. എനിക്കെതിരെ കോടതിയിൽ ഹാജരാവും. അമ്മേ, അതൊക്കെ പിന്നെ വലിയ വിഷയാ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നേ? അവള് നമ്മുടെ കൊച്ചല്ലേ, നിന്റെ പുറപ്പെണ്ണല്ലേ, എന്റെ അനുദ്രവളല്ലേ. അങ്ങനെയുള്ളവള് ഈ കുടുംബത്തിലല്ലേ കഴിയേണ്ടത്. കഴിഞ്ഞോണം. അവക്ക് വേണ്ടി പാദസേവ ചെയ്യാനൊന്നുമേ എന്നെ കിട്ടില്ല.
ഇപ്പൊ ഏത് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നാലും അമ്മായി അമ്മമാർക്ക് അമ്മായിയമ്മ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും അവര് വീട്ടുജോലിക്കാര് തന്നെയാ. ആവതുള്ളപ്പോ മക്കളും മരുമക്കളും ഒക്കെ സ്നേഹിക്കും. ഒന്ന് കിടപ്പായി കഴിഞ്ഞാ പട്ടിക്കൂട്ടിലടയ്ക്കും. അതാണ് അവസ്ഥ. അമ്മയുടെ കാര്യത്തിൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പോരെ? അപ്പോഴേ മോനെ വാ. എന്റെയോ ഉണ്ണിയുടെ ഫോൺ ഇടയ്ക്ക് നിനക്ക് വരും. അധികം ഒന്നും സംസാരിക്കത്തില്ല. പക്ഷേ ഫോൺ വന്നാൽ ഉറപ്പിച്ചോണം, ഇനി അവൾക്ക് പ്രേതമായിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനി മഹാലക്ഷ്മി എന്നവള് ജീവനോടെ നമ്മളെ ആരെയും ഭയപ്പെടുത്താൻ പോകുന്നില്ല. അച്ഛൻ ഡബിൾ സ്ട്രോങ് ആയതുകൊണ്ട് ഇത് നടക്കുവമ്മേ. നിന്റെ അച്ഛനല്ലേ, നടന്നിട്ട് നടന്നെന്ന് പറയാം. കരുണേ, നീ ടെൻഷൻ ആവണ്ട. ഇന്നത്തോടെ നിന്റെ എല്ലാ പ്രശ്നവും തീരും. അങ്ങനെ ഒരു കെണിയാ അമ്മാവനും ഞാനും കൂടെ നിന്റെ ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സൈറ്റിലേക്ക് പോവാണെങ്കിൽ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ബുദ്ധിയുള്ള ആൾക്കാരെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ അത് കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്തവര് ഇതുപോലെ സംസാരിക്കില്ലേ? ഈ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുമ്പോ അതിനകത്ത് ഞങ്ങൾ മാത്രമല്ല, നിന്റെ അച്ഛനും ഉൾപ്പെടും. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. എന്റെ കല്യാണം കഴിയുന്നതിന് മുൻപ് എന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നിരുന്ന അച്ഛന് ഇപ്പൊ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ, അന്നത്തെ അടിമ ഇന്നത്തെ ഉടമയായി. ഞാൻ അവളുടെ സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അതിന് നിനക്കിവിടെ അടിമത്തൊന്നും ഇല്ലല്ലോ കരുണേ. ആര് പറഞ്ഞു ഇല്ലാന്ന്? സ്വത്തുക്കളും മറ്റും അവളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യാൻ പോവാന്ന് കണ്ണേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൈമാറ്റം ചെയ്തോന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവളുടെ വീട്ടിലാ ഞാനും നിങ്ങളും നിങ്ങളുടെ അമ്മയൊക്കെ താമസിക്കുന്നത്. അന്യന്റെ വീട്ടിൽ അന്യന്റെ ചെലവിൽ കഴിയുന്നു എന്നർത്ഥം. ആ ജീവിതത്തില് ഒരു സുഖവും ഇല്ലെന്ന് ഉണ്ണിയേട്ടൻ മനസ്സിലാക്കണം. എന്റെ ഭർത്താവിന് അധികാരമുള്ള വീട്ടിലെ എനിക്കും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റൂ. ഇനിയിപ്പോ ഞാനൊരു തർക്കത്തിന് നിൽക്കുന്നില്ല. ഇന്നത്തെ ദിവസം ഞാനും അമ്മാവനും കൂടി പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഇനി നിന്നെ ഭരിക്കാൻ മഹാലക്ഷ്മി എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടാവില്ല. അങ്ങനൊരു ദിവസം വരട്ടെ, അതെനിക്ക് ബോധ്യപ്പെടട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങൾ മണ്ടനല്ലാന്ന് പറയാം. അല്ലെങ്കിൽ എന്റെ മുത്തശ്ശി പറയുന്നത് തന്നെ എനിക്കും പറയേണ്ടി വരും. എന്റെ ഭർത്താവ് ഒരു കിഴങ്ങനാണെന്ന്. എന്താ, എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഞാൻ ലേറ്റായോ? അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് എനിക്കറിയാലോ.
ഞാനിന്നേ ആ ദിവ്യ തേജസ്സുള്ള അമ്മയെ കണ്ടിരുന്നു. ആഹാ. ഭർത്താവ് ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്തോളണമെന്നാ ആ അമ്മ പറഞ്ഞത്. കേട്ടല്ലോ. അതുകൊണ്ടിന്ന് ബാലേന്ദ്രൻ സാറിനൊപ്പം പോകുന്ന താൻ ഒരു മടിയും കൂടാതെ കാര്യങ്ങൾ ചെയ്യണം. എന്തും ഓർഡർ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. പ്രത്യേകിച്ച് എന്റെ അമ്മാവനെ അനിയനെ. എന്ന് വെച്ചാ ആൾക്കാരുമായിട്ട് ഇടയാനായിട്ട് ഞാൻ അങ്ങോട്ട് പോണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ന്യായമായ കാര്യങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കണം. അതിനൊന്നും ഒരു വീഴ്ച വരുത്താൻ പാടില്ല. എന്റെ മനസ്സിനകത്തിപ്പോ ഈ പറയുന്നവരോടൊക്കെ നല്ല ദേഷ്യമുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ അനുഭവം എന്നെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണേട്ടന്റെ കമ്പനിക്കും ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. കമ്പനിയുടെ നന്മയ്ക്കായിട്ട് ആരുടെ മുമ്പിലും പതറാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. ഇനി അമ്മാവന്റെ ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാല് അവരെ ഞാൻ തരം താഴ്ത്തിയിരിക്കും. അത് അവരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പാ. അതവര് മനസ്സിലാക്കിയാ കൊള്ളാം. വാ പോവാം. ഇത് പിടിക്ക്. ശരി സാർ. സാറേ, എല്ലാം റെഡിയാണ്. അവര് ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ മതി, ആള് താഴെ പോവും. ഞാൻ അങ്ങനെയുള്ള സ്വപ്നം കണ്ടടാ. അങ്ങനെ സ്വപ്നങ്ങളൊന്നും കാണാത്ത ആളാ ഞാൻ. പക്ഷെ കണ്ടു കഴിഞ്ഞാ അത് അച്ചട്ട. ഞാൻ പറഞ്ഞല്ലോ സാറേ, ആ എഞ്ചിനീയറുമായിട്ട് വരുമ്പോ അയാൾ ആദ്യം കയറി ചവിട്ടാതിരുന്നാ മതി. അങ്ങനെ ചവിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വെളിപാടുണ്ടായി. നമ്മൾ റെഡിയായി നിൽക്കണം. ആ സമയത്ത് കമ്പനിയോട് കൂറുള്ളവരെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയും വേണം. ആ സമയത്ത് എഞ്ചിനീയറാണ് ആദ്യം വീഴുന്നതെങ്കിൽ പിന്നാലെ അവളും വീഴണം. എങ്ങനെ? നമ്മളവളെ തള്ളിയിടണോടാ. അയ്യോ അയ്യോ സാറേ, സാറേ അപ്പോ അത് കൂടുതൽ കുഴപ്പമാവില്ലേ? ഒരു കുഴപ്പമില്ല. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ. എന്താ അമ്മാവാ? അവള് കമലേശ്വരത്തുനിന്ന് പുറപ്പെട്ടല്ലോ അല്ലേ? ആ പുറപ്പെട്ടു. ഫിനാൻസേഴ്സിൽ കയറിയിട്ട് നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. വരുമെന്ന് ഉറപ്പുണ്ടോ സാറേ? വരുമെന്നല്ലേടാ പറഞ്ഞത്. ഈ ബിൽഡിങ്ങിന്റെ മുമ്പിൽ അവൾ വന്നിറങ്ങുന്നത് എല്ലാം പിടിച്ചടക്കിയവളെ പോലെ ആയിരിക്കും. എന്ന് വെച്ചാ നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ അവൾക്ക് കിട്ടിയ സുവർണാവസരമാ. അതവൾ മുതലെടുക്കാൻ നോക്കും. താഴത്തെ നിലയിൽ നിൽക്കുമ്പോഴും അവൾ ആത്മവിശ്വാസത്തിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ പടവുകൾ കയറി മുകളിലേക്ക് വന്ന ശേഷം വീണ്ടും തലയെടുപ്പോടെ നടക്കുമ്പോഴായിരിക്കും തട്ടുപൊളിഞ്ഞ് താഴെ വീഴുന്നത്. കൂടുതലൊന്നും സങ്കല്പിക്കേണ്ട അമ്മാവാ. സങ്കല്പിക്കുവല്ലടാ മോനെ. ഞാനിപ്പോ ഇയാളോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ കണ്ട സ്വപ്നത്തെ പറ്റി. ആ സ്വപ്നം തന്നെ നടക്കും മോനെ. കണ്ണനും അവക്കും അവരെ സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ തിരിച്ചടി കിട്ടാൻ പോവുക. അങ്ങനെ സംഭവിച്ച കണ്ണേണ്ണക്കാളും അനന്തുവേണ്ണക്കാളും ഇപ്പൊ കൂടുതൽ സൂക്ഷിക്കേണ്ടതേ അവനെയാ, ആ മാർക്കോയെ. മഹാലക്ഷ്മി പോയി കഴിഞ്ഞാ ഞാനും പ്രതാപനും മേഘനും ചേർന്ന് പിന്നെ അവനെ ആയിരിക്കും കെണി വെക്കാൻ പോകുന്നേ. സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് കഴിയുന്നതുവരെ എന്റെ നെഞ്ചിടിപ്പ് കുറയൂല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതൊക്കെ കുറയൂടാ. ഈ സംഭവത്തിന് ശേഷം തനിക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളുണ്ടല്ലോ, അത് താൻ ഊഹിക്കുന്നതിനും അപ്പുറമാ. ആ സമയത്ത് ഇങ്ങനെ ഒരു കെണി വെച്ചത് വളരെ നന്നായെന്ന് ഞങ്ങളോട് പോലും പറയാൻ പോകുന്നത് താനായിരിക്കണോ? എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അങ്ങ് നടന്നാ മതിയായിരുന്നു. നടക്കൂടോ. എന്നാ ചന്ദ്രൻ ചെല്ല്. ഓ ശരി സാറേ.
അമ്മാവാ, അയാളെ 100% വിശ്വസിക്കാൻ പറ്റുമോ? മോനെ, യവൻ വന്ന ശേഷം ഇതുവരെ നമ്മളെ ചീറ്റ് ചെയ്തിട്ടില്ല. ഇനിയൊരു പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവനേതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് താഴെ വീഴാൻ വലിയ കാലതാമസമൊന്നും വരില്ല. മേ കവിൻ സർ? ആ സാർ എത്തിയോ? വരൂ. ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ റെഡിയാണ്. പോവാം മാഡം. ഇയാള് വളരെ സോഫ്റ്റ് ആണ്. കാര്യങ്ങള് സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടതൊന്നും പറയില്ല. അവിടെ കണ്ടറിഞ്ഞ് സാറെന്താന്ന് വെച്ചാൽ ചെയ്തോണം. അതെന്നോട് പറയണ്ട സർ. കുറച്ച് ദിവസം മാഡം എന്നോടൊപ്പം യാത്ര ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചോളും. ഇത്രയും നാളും കുത്തൊഴിഞ്ഞൊരു പോക്കായിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. എൻ്റെ അമ്മാവനും അനിയനും കൂടെ എല്ലാം നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ട് ഞാനധികം അതിൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പല കസ്റ്റമേഴ്സും കംപ്ലൈൻ്റ് ഒക്കെ പറയുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കാറ് പതിവ്. ആ ഇനത്തിൽ കുറച്ചധികം പണം പോയിട്ടുണ്ട്. എങ്കിലും കമ്പനിക്ക് നാട്ടിൽ നല്ല പേരാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരെക്കാളും കൊട്ടേഷൻ കുറച്ചാ ഞങ്ങൾ കൊടുക്കാറ് പതിവ്. ലാഭം വളരെ കുറച്ചേ എടുക്കാറുള്ളൂ. അതിൻ്റെ ഒരു ഡിമാൻഡുണ്ട്. അതിനോടൊപ്പം തന്നെ ക്വാളിറ്റിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളായിരിക്കും ഇവിടുത്തെ നമ്പർ 1. ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്യാഷ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല സർ. എല്ലാവർക്കും വേണ്ടത് കൊള്ള ലാഭം എടുക്കാതെ കസ്റ്റമേഴ്സിന്റെ മനസ്സറിഞ്ഞ് ബിൽഡിംഗ് വെച്ചു കൊടുക്കുന്നവരാ. അതുകൊണ്ടാ ഇയാളെ തന്നെ എല്ലാം ഏൽപ്പിക്കുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വമാണ്. എനിക്ക് വലിയ പിടിയില്ലാത്ത മേഖലയാണ്. അതെ, ഭരണത്തിൽ കയറുന്ന പാർട്ടിയുടെ പല മന്ത്രിമാർക്കും പ്രവൃത്തി പരിചയം കുറവായിരിക്കും. നല്ല എഫിഷ്യന്റായ ആൾക്കാരെ വെച്ചാ അവരിൽ പലരും തങ്ങളുടെ പോരായ്മ മറികടക്കുന്നത്. പിന്നെ എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ താനും എല്ലാം പഠിച്ചെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സാറേ, പിന്നെ ആ സ്വത്ത് കൈമാറ്റത്തിന്റെ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഇയാളുടെ പേരിലേക്ക് എല്ലാം പ്രമാണം ചെയ്യണം. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാണ് സർ. എന്നാ പിന്നെ പോയിട്ടോ. അറിയാത്ത മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അനുഗ്രഹിക്കണം. ധൈര്യമായിട്ട് ഈ യാത്ര തുടരണം. പോയിട്ടോ. ശരി കണ്ണേട്ടാ. ശരി സർ. ശരി സാർ. ഞാൻ സ്വപ്നം കണ്ടതുപോലെ അവരെത്തി. ഇങ്ങനെ തന്നെയാണ് എന്റെ സ്വപ്നത്തിൽ അവർ ഇറങ്ങി വന്നത്. ഇനി അമ്മാവൻ കണ്ടതുപോലെ അവർ തന്നെ തട്ടിച്ചവിട്ടി വീണാ മതിയായിരുന്നു. ഇന്നവള് വരുവോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എന്റെ ടെൻഷൻ. വന്നെത്തിയില്ലേ, ഇനി വരാനുള്ളത് വഴി തങ്ങത്തില്ല. നോക്കമ്മാവ, എത്ര സന്തോഷത്തിലാ അവർ വരുന്നേന്ന്. അതെ അതെ, കിട്ടാക്കനി കിട്ടിയപ്പോ അവളത് ആസ്വദിക്കുക.
ഞാനാണ് കണ്ണനും നിനക്കും പെണ്ണാലോചിച്ച് പ്രതാപന്റെ അടുത്തേക്ക് ചെന്നത്. പിന്നീട് നടന്നതൊക്കെ നിനക്കറിയാവല്ലോടാ മോനെ. പിന്നീട് പാദസേവ ചെയ്യാൻ വന്നവള് പട്ടാഭിഷേകവും കഴിഞ്ഞ ചില റാണിമാരെ പോലെയാണ് പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്നത്. അത് മതിയടാ മോനെ. ഇന്നത്തോടെ അവളുടെ സന്തോഷവും അവളെ കണ്ടിട്ടുള്ള കണ്ണന്റെ സന്തോഷവും നിലയ്ക്കണം. വരൂ മേഡം. മാഡം, കണ്ണൻ സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നമുക്ക് ബന്ധവും സ്വന്തമൊന്നുമില്ല. ബിസിനസ് വളരാൻ എന്തൊക്കെ വേണോ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഒരു തയ്യാറെടുപ്പോടുകൂടി വേണം മാഡം അകത്തേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ ആവട്ടെ സർ. വരൂ, അകത്ത് പോവാം. ആ മാഡം വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. മാഡം, ഇനി ഇതുപോലുള്ള വിസിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് കമലേശ്വരം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് അതിന്റെ ഇരട്ടി നന്ദി കാണിക്കുന്ന കൂട്ടത്തിലാ ഈ കമ്പനി. എന്നുവെച്ചാ ഒരു കൺസ്ട്രക്ഷൻ ലാഭകരമായി വരുമ്പോ ആ ലാഭത്തിന്റെ ഒരു വിഹിതം കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാ. അതുപോലെ തന്നെ കമ്പനിയോട് ആരെങ്കിലും കൂറ് കാണിച്ചില്ലെങ്കിൽ അവരർഹിക്കുന്ന ശിക്ഷ തന്നെ കമ്പനി നടപ്പിലാക്കിയിരിക്കും. അത്തരക്കാരെ പിന്നെ ഈ കമ്പനി വെച്ചു പൊറപ്പിക്കില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മളെ വിശ്വസിച്ച് പണിയേൽപ്പിക്കുന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല. എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇവിടെ 2 സൂപ്പർവൈസർമാരുണ്ടല്ലോ, അവരൊക്കെ എവിടെ? സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് അത് വെറുതെ ചുറ്റി നടക്കാനുള്ള ലൈസൻസ് അല്ല. അതറിയാലോ രണ്ടാൾക്കും. മാഡം ചോദിച്ചത് കേട്ടില്ലേ? പിന്നെന്താ ഒന്നും പറയാത്തത്? ബിസിനസ്സിൽ സ്വന്തവും ബന്ധമൊന്നുമില്ല. ഓരോരുത്തരെ ഏൽപ്പിച്ച ജോലി അവരവർ ഭംഗിയാക്കണം. അത് കമ്പനിക്ക് ബോധ്യപ്പെടുകയും വേണം. അങ്ങനെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഒരാൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും കമ്പനി മുഖവിലേക്ക് എടുക്കില്ല. അയാൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്തായിരിക്കും. 10-25 കൊല്ലമായി മോളെ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, 25 അല്ല 50 കൊല്ലമായാലും ശരി, ഇപ്പോൾ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മഹാലക്ഷ്മി മാഡമാണ്. അതുകൊണ്ട് മാഡത്തിന് താഴെയുള്ളവരെല്ലാം മാഡം പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുവരെ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ കമ്പനി മുകളിലോട്ടേ പോയിട്ടുള്ളൂ, താഴോട്ട് പോയിട്ടില്ല. അതൊക്കെ ഇനി ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയാം. ആദ്യം ബാലേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ മുകളിൽ നിന്നുള്ള ഓർഡർ താഴെയുള്ളവർ അനുസരിക്കണം. അതിന് കഴിയില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോണം. എല്ലാവർക്കും സന്തോഷമായോ? മനസ്സിൽ ലഡു പൊട്ടിയോ? പോ ജോലി ചെയ്യടാ, പോ. ഇന്നത്തോടെ അവളുടെ അഹങ്കാരം അവസാനിക്കും. അവളുടെ ചോരത്തള പിന്നോടെ തീരുവടാ.
അതാരാ? നമ്മുടെ മെയിൻ മേശിരിയാ. നമസ്കാരം മാഡം. താനെന്താടോ റെസ്റ്റ് എടുക്കാൻ വന്നതാണോ? അയ്യോ അല്ല മാഡം, രാവിലെ മുതൽ നല്ല കട്ടിപ്പണിയായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വിശ്രമിച്ചതാ. അങ്ങനെ ഇടയ്ക്കുള്ള വിശ്രമമൊന്നും വേണ്ട. അതിനുള്ള സമയമുണ്ട്. ആ സമയത്ത് റെസ്റ്റ് എടുത്താൽ മതി. ഓ ശരി മാഡം. ഇവിടെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന ചിലരൊക്കെ ഉണ്ട്. ജോലിക്കൊപ്പം അതിൽ വെള്ളം ചേർത്തിട്ട് അവരിഷ്ടം പോലെ കാശും ഉണ്ടാക്കുന്നുണ്ട്. അവർക്കെന്ത് പാരിതോഷികം കൊടുക്കുന്ന ഇപ്പൊ എല്ലാവരോടുമായി പറഞ്ഞിട്ടാ വന്നത്. അത് നിങ്ങൾക്കും ബാധകമാണ്. ഇനി ഇതുപോലുള്ള വിസിറ്റ് ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും കോണിൽ മാറി നിൽക്കുന്നത് കണ്ട സ്ഥിരമായിട്ട് വിശ്രമിക്കാനുള്ള അവസരം തനിക്ക് തന്നിരിക്കും. അത് മനസ്സിൽ കുറിച്ചിട്ടോ. സർ വരൂ. സാറേ, അവള് പൊളിച്ചെടുക്കാനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ പൊളിച്ചെടുക്കാൻ വന്നവള് പൊളിഞ്ഞു വീഴണവടാ. അതൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ. പക്ഷേ അവള് വഴി മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ വഴി നടന്നാലേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. എല്ലായിടവും വിശദമായിട്ട് നടന്ന് കാണാനല്ലേ, ആ വഴി നടക്കാതിരിക്കില്ല. എടോ, അവളെപ്പോലൊരുത്തി ഈ കമ്പനിയിലുണ്ടെങ്കിൽ നമ്മളൊന്നും പിന്നീട് ഇവിടെ കാണത്തില്ലടാ. അവള് വരവറിയിച്ചുകൊണ്ട് തന്നെയാ വന്നത്. പക്ഷേ ഇതവളുടെ അവസാനത്തെ വരവായിരിക്കണം. ആ എഞ്ചിനീയർ കുഴപ്പക്കാരനാ. അവര് വീണ് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ മേൽനോട്ടം കണ്ണേട്ടനെ അയാളെ ഏൽപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവള് പോയിട്ട് പിന്നാരെ വേണമെങ്കിലും ഏൽപ്പിക്കട്ടടാ മോനെ. അവരെ നമ്മൾ സാവകാശം ഒതുക്കിയിരിക്കും. ആദ്യം മഹാലക്ഷ്മിയാണ് നമ്മുടെ ടാർഗറ്റ്. അവളുടെ വീഴ്ചയിലൂടെ തകരുന്ന കണ്ണൻ. അത് കഴിഞ്ഞാ പിന്നെ നമ്മളായിരിക്കും ആ കമ്പനിയിലെ രാജാക്കന്മാര്. വിശ്വനാഥൻ കമ്പനി ഭരിച്ച കാലം തൊട്ട് ഞാൻ ഈ കമ്പനിയിലെ സ്റ്റാഫാ. ആ എന്റെ മുഖത്ത് നോക്കിയാ അവൾ ഇന്ന് അവളുടെ നയം വ്യക്തമാക്കിയത്. അവൾ അവളുടെ ചട്ടം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇന്നവള് പഠിക്കും. അവൾക്കെല്ലാം തീരെഴുതി കൊടുത്തവനും മാഡം, നമുക്കിനി മേളിലാണ് നോക്കാനുള്ളത്. അവിടെയാ കോൺക്രീറ്റിംഗ്. വരൂ. സാറേ, അവരവിടേക്കാ പോകുന്നത്.
അതുവഴി നടന്നാലേ രക്ഷയുള്ളൂ. നടക്കാതിരിക്കില്ലടാ, അവളെല്ലാം വിശദമായിട്ട് നോക്കുകയല്ലേ. മാഡം, മാഡം ആ ഭാഗത്തൊന്ന് നോക്കാം. അവിടെ നോക്കിയാലോ മാഡം? അവിടെ നോക്കാം. ഈ കോർണറിലാണ് നമുക്ക് പ്രശ്നമുള്ളത്. കെണി ചവിട്ടാൻ പോവാ. ചവിട്ടി വീഴാൻ പോവാന്ന് പറയടാ മോനെ. അവൾക്ക് പിന്നാലെ മറ്റവൻ ചവിട്ടിയാൽ അവനും വീഴും. അവനും വീഴട്ടടാ, അതോടെ അവന്റെ ശല്യം തീരുമല്ലോ. അയ്യോ, സാറേ സാറേ വേണ്ട സാറേ, പറഞ്ഞു പറ്റിക്കുന്നോടാ. നല്ല പൈസ അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിട്ട് മനുഷ്യരെ കോമാളിയാക്കുന്നോടാ. എന്താടോ വീഴാത്തത്? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. അതിൽ കാലൊന്ന് തൊട്ടാൽ വീഴുന്ന പരുവത്തിലാണ് ഞാൻ ചെയ്തു വെച്ചിരുന്നത്. എന്തോ ചെയ്തു വെച്ചടാ. അങ്ങനെയാണെങ്കിലേ അതിന്റെ പിന്നാലെ വേറെ ഒരുത്തം പോയല്ലോ, എന്നിട്ട് അവൻ വീണില്ലല്ലോ. ഇപ്പൊ വേണം നമ്മളെ അമ്മാവാ. നല്ല ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അയ്യോ സാറേ, നാശിപ്പിച്ചു. ഇതിലും നല്ലത് മോളിൽ നിന്ന് രണ്ടിനെ പിടിച്ച് താഴെ ഇടുന്നതായിരുന്നു. എവരെയൊക്കെ വിശ്വസിച്ച് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. വാടാ. ഇതെങ്ങനെ പറ്റി? എന്തായാലും മാഡം വരവ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൂടെ വന്നില്ലെങ്കിലും ഈ രീതിയിൽ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ആ രണ്ടെണ്ണവും പ്രശ്നമാണ്. കണ്ണൻ സാറിന് അനിയനും അമ്മാവനും. അതൊക്കെ എനിക്കറിയാം. നമ്മളെയൊക്കെ നന്നായിട്ട് കണ്ണേട്ടനും അറിയാം. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നെങ്കിൽ കണ്ണേട്ടൻ കൈവെള്ളെ കൊണ്ട് നടന്നേനെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മൊത്തത്തില് മുക്കാനാ നോക്കുന്നത്. അതാ പ്രശ്നം. സത്യം പറയാലോ, ഈ അടുത്ത ബന്ധുക്കളെയൊന്നും നമ്മുടെ ബിസിനസ്സിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. അവർക്കൊന്നിനും താല്പര്യം ഉണ്ടാവില്ല. പോ മാഡം. സർ, മാഡം
ഒരു ചാൻസ് കൂടി മിസ്സായാലോ അമ്മാവ? എനിക്കിപ്പോ ഒരു സംശയം, ഈ സംഭവങ്ങളൊക്കെ ആ പണിക്കാരൻ കണ്ണന് ചോർത്തി കൊടുത്തിട്ടുണ്ടോന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ആ തട്ട് പൊളിഞ്ഞു വീഴാതിരിക്കില്ല. കരുണയോട് കേൾക്കാൻ സുഖമുള്ള വാർത്ത കേൾപ്പിക്കാന്ന് പറഞ്ഞപ്പോ അവളത് വിശ്വസിക്കാതെ എന്റെ മുഖത്ത് ആട്ടുകയാ ചെയ്തത്. എന്നിട്ടും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഇന്നെങ്കിലും കേൾപ്പിക്കേണ്ട വാർത്ത കേൾപ്പിക്കാൻ പറ്റുമെന്ന്. ഇനി അവളെ വീണ്ടും സ്ഥിരമായിട്ട് വിളിക്കുന്ന പേരുകൾ വിളിക്കും, മണ്ടൻ, കഴിവ് കെട്ടവനെന്നൊക്കെ. പോ മാഡം. വരും മാഡം. വാ. എങ്ങനെയത്? എന്നാലും എന്റെ ഭഗവാനെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അല്ല, ഇത് ഇങ്ങനെ സംഭവിച്ചു? ഇങ്ങോട്ട് വാടാ. കമ്പനി അടക്കി ഭരിക്കാമെന്നവള് ഇവിടെ വന്ന് ഷോ കാണിച്ചിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ പോയി. എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. എന്താ സംഭവിച്ചെന്ന് താൻ പോയി നോക്ക്. എടാ, നീ ആ പൊളിച്ചു വെച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ചാടി തുള്ളിയാ പോലും ആ തട്ട് പൊളിഞ്ഞു വീഴാൻ പോകുന്നില്ല. സാറേ, അതിന്റെ പുറത്ത് മനുഷ്യൻ ചവിട്ടണ്ട. ഒരു പൂച്ച അതിലൂടെ കയറിപ്പോയാൽ പോലും വീഴുന്ന പരുവത്തിലാണ് ഞാനത് ചെയ്തു വെച്ചിരുന്നത്. ഓ ഇല്ലടാ, അതിൽ ആന ചവിട്ടിയാലും വീഴത്തില്ല. അല്ലെങ്കിൽ 60 കിലോയ്ക്ക് മേലിലുള്ള രണ്ടാൾക്കാര് അതിലെ നടന്നാൽ വീഴാതിരിക്കുവോ? നീ ഇങ്ങോട്ട് വാ. സാറേ, ഞാൻ പറയട്ടെ സാറേ. അണക്ക് നോക്കണമല്ലോ. സാറേ സാറേ ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്തു. സാറേ കേറ് കേറ്. നടക്ക്. ഓ ഓടാ. അങ്ങോട്ട് പോ. ഓ ലേഡി. ആ ഡാ, നീ ഒന്ന് നടന്നേ. വീഴുമെന്നറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനും ഉണ്ണി നടക്കാം. അയ്യോ ഇല്ല സാറേ, ഞാൻ നടക്കത്തില്ല. അത് അപകടമാണ്. എന്തോന്ന് അപകടമാടാ. നിന്നോട് പണിയിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ വെള്ളം ചേർത്തിട്ടുണ്ട്. ഞങ്ങൾക്കും നിനക്കും നേട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിന്നെ ഈ പണി ഏൽപ്പിച്ചപ്പോ നീ വെള്ളം ചേർത്തു. തന്ന അഡ്വാൻസ് നീ തിരിച്ചു തരണം. ഞാനത് ചെലവാക്കിയിട്ടില്ല സാറേ, അത് ഞാൻ തരാം. നിന്റെ തട്ട് ഭയങ്കര തട്ടാണെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് പേടിയാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ നടന്നു കാണിക്കാം അവിടെ. കണ്ടോ? അയ്യോ കണ്ടാ സാറേ, കണ്ടാ കണ്ടാ? അയ്യോ വേണ്ട സാറേ. കണ്ടാ സാറേ, എന്തെങ്കിലും കുലുക്കുണ്ടോ? കണ്ടോടാ, നോക്ക്. നോക്കണോ? സാറേ വേണ്ടെന്നാ പറഞ്ഞത്. ഇനി ഞാൻ നടക്കുന്നതിന് കാണണോ? സാറേ വേണ്ട. വേണം. നോക്കടാ, നോക്ക്. അയ്യോ സാറേ. ഹലോ മേഘേട്ടാ. ഉണ്ണി, എന്താടാ? തട്ട് പൊളിഞ്ഞു വീണു. ഹലോ ഹലോ ഏയ് ഹലോ. തട്ട് പൊളിഞ്ഞ് വീണു, അത്രേ അവന് പറയാൻ പറ്റൂ. അടുത്ത ആള് കാണും. തട്ടിനോടൊപ്പം അവളും വീണ് ചിന്നി ചിതറി കാണും. ഈ കാര്യത്തില് എന്റെ അച്ഛന്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
അറിഞ്ഞില്ലേ കാര്യങ്ങള്? എന്താ? അമ്മാവന്റെ കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. ഞാൻ സൈറ്റിൽ പോകുമ്പോ അമ്മാവനോട് ഉണ്ടായിരുന്നല്ലോ, ഉണ്ണിയുണ്ടായിരുന്നു. എന്നാ താൻ സൈറ്റിൽ പോയി മടങ്ങിയ ശേഷം അവിടെ ചില അത്യാഹിതങ്ങളൊക്കെ നടന്നു. എന്തുപറ്റി കണ്ണേട്ടാ? തട്ട് പൊളിഞ്ഞ അമ്മാവൻ താഴെ വീണു. അതിനെന്തിനാ താൻ ഞെട്ടുന്നേ? തനിക്ക് വേണ്ടി ഒരുക്കിയ കെണിയിൽ അയാൾ വീണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനവിടെ എല്ലായിടത്തും നടന്ന് കണ്ടതാണല്ലോ. കണ്ട സമയത്ത് അമ്മാവൻ ചവിട്ടിയ തട്ടിൽ താൻ ചവിട്ടിയിട്ടുണ്ടാകും. ആ സമയത്ത് അത് പൊളിഞ്ഞു വീണ് കാണില്ല. പിന്നീടായിരിക്കും കെണി ഒരുക്കിയ ആള് തന്നെ അതിൽ വീണത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണേട്ടാ. എന്നിട്ടിപ്പോ അമ്മാവൻ എങ്ങനെയുണ്ട്? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അവിടുത്തെ പണിക്കാരെന്നെ വിളിച്ചു പറഞ്ഞു. അമ്മാവൻ തട്ടിയെന്ന് വീണെന്നും അമ്മാവനെ കൊണ്ട് ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോയെന്നും. ഞാനേതായാലും ആ തട്ടുപണിക്കാരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിലും തന്നെ കൊല്ലാൻ നോക്കി, നടന്നില്ല. അതിന്റെ നിരാശയാ ഇപ്പൊ അയാൾ ഉണ്ണിയും കൂടെ തീർക്കാൻ നോക്കിയത്. നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ലല്ലോ കണ്ണേട്ടാ. ഇനി ഉറപ്പിക്കാൻ എന്താ മഹി? ഈ പറഞ്ഞത് അനന്തുവിനോട് പറഞ്ഞപ്പോ അനന്ത് പറഞ്ഞല്ലോ, ഇത് മനഃപൂർവ്വം തന്നെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന്. എന്താ ഈ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ അതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നേ? രണ്ടാളും താൻ തട്ടുപൊളിഞ്ഞു വീഴുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്നതാ. പക്ഷേ വീണത് അതിന്റെ സൂത്രധാരനായിപ്പോയി. അതന്നെ എന്റെ വിശ്വാസം. അതാണ് ശരിയും. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.